സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതുവരെയുള്ള സോളിഡ്സ് എന്ന അധ്യായത്തിന്റെ ക്ലാസ്സുകൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സോളിഡ്സ് എന്ന അധ്യായത്തിന്റെ ബേസിക് ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. വോളിയത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ച് വോളിയം എന്ന ആശയമാണ്. നമുക്ക് വോളിയത്തിലേക്ക് കിടക്കാം. The base edges of two square pyramids are in the ratio 1:2 and their heights are in the ratio 1:3. The volume of the first is 180 cubic centimeters. What is the volume of the second? കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് രണ്ട് സോളിഡ്സ് ഉണ്ടെങ്കിൽ, രണ്ട് സ്ക്വയർ പിരമിഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടായിട്ട് എഴുതി ചെയ്യും എന്ന് പറഞ്ഞായിരുന്നു. ആ രീതിയിൽ തന്നെ, ആ മാതൃകയിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാം കേട്ടോ. ആ രീതിയിലേക്ക് നമുക്കൊന്ന് നടക്കാം. എന്താണ്? രണ്ട് പിരമിഡ്സ് ആർ ഹിയർ. സ്ക്വയർ പിരമിഡ് 1, സ്ക്വയർ പിരമിഡ് 1 ഒന്നാമത്തെ സമചതുരസ്തൂപിക, രണ്ടാമത്തെ സ്ക്വയർ പിരമിഡ് 2. രണ്ട് സ്ക്വയർ പിരമിഡുകൾ തന്നിരിക്കുന്നു. The base edges of two square pyramids are in the ratio 1:2. രണ്ട് സമചതുരസ്തൂപികകളുടെ പാദവക്കുകൾ 1:2 എന്ന അംശബന്ധത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനും ഒരു ബേസ് എഡ്ജ് ഉണ്ട്, ഇതിനും ഒരു ബേസ് എഡ്ജ് ഉണ്ട് അല്ലെ. ഇതിന്റെ ബേസ് എഡ്ജ് അതുപോലെ തന്നെ ഇതിന്റെയും ബേസ് എഡ്ജ് അഥവാ പാദവക്ക് എത്ര വീതമാണ്? ആർ ഇൻ ദ റേഷ്യോ 1:2. 1:2 എന്ന അംശബന്ധത്തിലാണ് പാദവക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതിന്റെ പാദവക്ക് 1ഉം രണ്ടാമത്തേതിന്റെ പാദവക്ക് 2ഉം എന്നല്ല. ഒന്നാമത്തേതിന്റെ പാദവക്ക് രണ്ടാമത്തേതിന്റെ പാദവക്ക് 2നും ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ്. അതായത് 1ഉം 2, രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 2 2 × 2 4, 2ഉം 4ഉം ആകാം. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് 1 and 2. അതാണ് അതിന്റെ അർത്ഥം. ഒന്നിനെയും രണ്ടിനെയും ഒരു പൊതുവായിട്ടുള്ള ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ പാദവക്കുകൾ. അപ്പോൾ ഇതിന്റെ 1ഉം 2ഉം ആകാം, 2ഉം 4ഉം ആകാം, 3ഉം 6ഉം ആകാം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ *2 എന്നുള്ളത് മാറ്റി എഴുതുമ്പോൾ നമ്മൾ എക്സ് ചേർത്ത് എഴുതാറുണ്ട്. 1:2 എന്ന് പറഞ്ഞാൽ എത്രയൊക്കെയാണ്? 1x-ഉം 2x-ഉം ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബേസ് എഡ്ജസ് പാദവക്കുകൾ 1:2 എന്നുള്ള റേഷ്യോയിലാണെങ്കിൽ അതിന്റെ മീനിങ് ഒന്നാമത്തേതിന്റെ പാദവക്ക് 1 × a കോൺസ്റ്റന്റ് നമ്പർ. നമുക്ക് പാദവക്ക് ആയതുകൊണ്ട് 1a എന്ന് പറയാം. And the base edge of the second is 2 × that constant number. 2 × same constant number. അപ്പൊ 2 × a തന്നെ, 2a എന്ന് പറയാം. 2a. So 1:2 means 1a and 2a. a എന്ന് പറയുന്നത് എത്രയാണോ അത് നമുക്കറിയില്ല, ഏതോ ഒരു നമ്പറാണ്, ആയിക്കോട്ടെ. അപ്പോൾ 1aയും 2aയുമാണ് ബേസ് എഡ്ജസ്, പാദവക്കുകൾ. Then and their heights are in the ratio 1:3. ഇതിന്റെ ഹൈറ്റ് അതുപോലെ ഇതിന്റെയും ഹൈറ്റ് ആർ ഇൻ ദ റേഷ്യോ 1:3 എന്ന് പറഞ്ഞാൽ ഹൈറ്റ്സ് എത്രയൊക്കെ എന്നെടുക്കും? ഇപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ. ഉയരങ്ങൾ എത്ര വീതം എടുക്കും? ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:3 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതിന്റെ ഉയരം 1, രണ്ടാമത്തിന്റെ ഉയരം 3 ആകാം. ഒന്നാമത്തേതിന്റെ ഉയരം 2ഉം രണ്ടാമത്തേതിന്റെ ഉയരം 6ഉം ആകാം. കണ്ടോ? *2 × 2 ചെയ്താൽ അങ്ങനെ സ്കലാർ മൾട്ടിപ്പിൾ ഓഫ് 1 and 3. ഇപ്പൊ നമ്മൾ എത്രയെന്ന് എഴുതും? ഇതിനെ 1a 2a എന്ന് എഴുതിയ പോലെ ഇതിനെ 1:3 ആയതുകൊണ്ട് 1a 3a നല്ല എഴുതേണ്ടത്. 1a 3a എന്നല്ല, കാരണം ഓൾറെഡി നമ്മൾ a എന്നുള്ള നമ്പർ, a എന്നുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞു, ആ കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. ഹൈറ്റ് ആയതുകൊണ്ട് 1h 3h എന്ന് എഴുതാം. h എന്നോ x എന്നോ y എന്നോ ഒക്കെ എഴുതാം. നമ്മൾ ഹൈറ്റ് ആയതുകൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് കൊടുത്തു എന്ന് മാത്രം. 1h and 3h. സോ ഇപ്പോ *2 എന്നുള്ള മാറി കിട്ടി. മനസ്സിലായല്ലോ? ഇനി then വോളിയം ഓഫ് ദ ഫസ്റ്റ് ഈസ് 180 cubic centimeters. ആദ്യത്തെ ഇതിന്റെ വോളിയം, ഒന്നാമത്തെ സമചതുര സ്തൂപികയുടെ വ്യാപ്തം 180 cubic centimeter ആണ്. അപ്പൊ ഇതിന്റെ വോളിയം എങ്ങനെയാണ്? വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 1/3 ബേസ് സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. ഇതാണ് വോളിയം അല്ലെ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 1/3 a² h ആണ് വോളിയം. ഇവിടെ a എന്താണ്? 1a. ഹൈറ്റ് എന്താണ്? 1h. സോ 1/3 a² h എന്ന് തന്നെ അർത്ഥം. 1/3 a² h ഇതിന്റെ ആദ്യത്തെ 1/3 a² h എന്ന് പറയുന്നത് എത്ര? 180 എന്ന് തന്നിരിക്കുന്നു. വോളിയം ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ പിരമിഡ്, ആദ്യത്തെ സമചതുര സ്തൂപികയുടെ വ്യാപ്തം 180 ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ എന്ന്
തന്നിരിക്കുന്നു. So 1/3 a square h is equal to 180 cubic centimeter. Then we have to find what is the volume of the second. രണ്ടാമത്തെ സമചതുരസ്തൂപിയുടെ വ്യാപ്തം എത്രയെന്നാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എഴുതുക. എന്തായിരിക്കും? 1/3, ഇവിടെയും 1/3 a square h എന്ന് എഴുതി വെക്കരുത്. 1/3 ബേസ് സ്ക്വയർ ഹൈറ്റ്. 1/3 ഇവിടെ ബേസ് എത്ര? 2a സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 3h. മനസ്സിലാവുന്നുണ്ടല്ലോ? 1/3 a square h മീൻസ് a എന്ന് ഉദ്ദേശിക്കുന്നത് ബേസ് എഡ്ജ് ആണ്, h എന്നുള്ള ഹൈറ്റ്. അപ്പൊ ഇതിന്റെ ബേസ് എഡ്ജ് 2a ഹൈറ്റ് 3h ആയതുകൊണ്ട് 1/3 2a square 3h എന്ന് എഴുതണം. ഇതിനെ നമുക്കൊന്നുകൂടി ശരിയാക്കാം. 1/3 ഇൻറ്റു 2a square എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4 ആണ്, a square എന്ന് എഴുതാം. 3h 3 ഇൻറ്റു h 3h ഉണ്ടോ? ഇനി ഈ 3 കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്തിന്? ഇവിടെ ഒരു 1/3 a square 180 ആണ്. അപ്പൊ ഇതിൽ നിന്ന് 1/3 a square h ഒന്ന് മാറ്റി എഴുതുക. ഓക്കെ, 1/3 a square h 1/3 a square h മാറ്റി എഴുതി. ബാക്കി എന്തുണ്ട്? 4 ഇൻറ്റു 3 ആണ് ബാക്കിയുള്ളത്. ശരിയല്ലേ? 1/3 a square h കഴിഞ്ഞ് ബാക്കി ഒരു 4 ഇൻറ്റു 3 12 ഉണ്ട്. 1/3 a square h ഇൻറ്റു 12 വന്നു. ഇനി നിങ്ങൾ പറയുക 1/3 a square h എത്രയാ? 180 ആണ്. കണ്ടോ? 1/3 a square h എത്ര? 180 ആണ്. അപ്പൊ ഇതിന്റെ വോളിയം 180 ഇൻറ്റു 12 എന്ന് എഴുതാം. കണ്ടോ? അപ്പോ 1/3 a square h എന്നുള്ളതിൽ പകരം 180 എന്ന് എഴുതി. 180 ഇൻറ്റു 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 2160 ക്യൂബിക് സെന്റിമീറ്റർ. 2160 ഘന സെന്റിമീറ്റർ. ദാറ്റ് ഈസ് വോളിയം ഓഫ് ദി സെക്കൻഡ് സ്ക്വയർ പിരമിഡ്. രണ്ടാമത്തെ സമചതുരസ്തൂപിയുടെ വ്യാപ്തമാണ് ആ കിട്ടിയത്. മനസ്സിലായല്ലോ? നമുക്കിനി ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം വളരെ ചെറുതാണ്, പക്ഷേ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അല്പം സൂക്ഷിക്കണം. ചോദ്യം എന്താണ്? ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ 18 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു സമചതുര സ്തൂപികയുടെ എല്ലാ വക്കുകളും 18 സെന്റിമീറ്റർ വീതമായാൽ അതിന്റെ വ്യാപ്തം കാണുക എന്നുള്ളതാണ് ചോദ്യം. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഏതാ ഈ എഡ്ജസ്? സ്ക്വയർ പിരമിഡിന്റെ എഡ്ജസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്ക്വയർ പിരമിഡിന്റെ എഡ്ജസ് എന്ന് പറഞ്ഞാൽ 4 ലാറ്ററൽ എഡ്ജസ്, 4 പാർശ്വവക്കുകൾ, ആൻഡ് 4 ബേസ് എഡ്ജസ്, 4 പാദവക്കുകൾ. അതാണ് എന്ത്? സമചതുരസ്തൂപിയുടെ വക്കുകൾ എന്ന് പറയുന്നത്. 4+4 ലാറ്ററൽ എഡ്ജസ്, 4e 4 പാർശ്വവക്കുകൾ, ആൻഡ് 4 ബേസ് എഡ്ജസ് 4 പാദവക്കുകൾ 4a. ഇനി പറഞ്ഞിരിക്കുന്ന സാധനം ഇയും എയും സെയിം ആണ്. ഓൾ എഡ്ജസ് ആർ ഈക്വൽ. അതിന്റെ മീനിങ് ലാറ്ററൽ എഡ്ജ് അതായത് പാർശ്വവക്ക് എന്ന് പറയുന്നത് ബേസ് എഡ്ജ് അതായത് പാദവക്കിന് സെയിം ആണ്. 18 സെന്റിമീറ്റർ വീതമാണ്. ഇയും എയും 18 വീതമാണ് എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇയും എയും തുല്യമായാൽ ലാറ്ററൽ ഫേസ് പാർശ്വമുഖം ഒരു സമഭുജ ത്രികോണമായിരിക്കുമെന്നും അത്തരം സമഭുജ ത്രികോണ ആയിട്ട് പാർശ്വമുഖങ്ങൾ വരുന്ന പിരമിഡിന്റെ സ്തൂപികയുടെ ടോട്ടൽ സർഫസ് ഏരിയ a square plus √3a² ആയിരിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ലാറ്ററൽ ഫേസ് പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആവുകയാണെങ്കിൽ, ഇയും എയും ഈക്വൽ ആണെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി. ഓക്കെ, ഇവിടെ ഇയും എയും 18 വീതമാണ്. നമുക്ക് കാണേണ്ട വോളിയമാണ്. അതുകൊണ്ട് h കണ്ടുപിടിക്കണം. h കാണാൻ ഇയും എയും എച്ചും കൂടിയുള്ള ഒരു സെറ്റ് ഇല്ല. ഇയും എയും എച്ചും കൂടിയുള്ള ഒരു സെറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങോട്ടാ പോവുക? EHD/2 അല്ലെങ്കിൽ വേറൊരു മാർഗം L ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം ആ എല്ലും പിന്നെ എന്താ ഇയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് h കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത്രയും കറങ്ങേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ a 18 സെന്റിമീറ്റർ ആണ്, a 18 ആണ്, d √2a അതായത് 18 റൂട്ട് ഉണ്ട്, d/2 18 √2/2 9√2 ആണ് എന്ന കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ therefore h √ ഓഫ് ഏതാണ് സെറ്റ്? EHD/2 എന്നാ പറഞ്ഞത്. EHD/2 h √ ഓഫ് e² മൈനസ് d/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √ e എത്രയാണ്? e 18 ആണ്, a യും 18 ആണ്. സോ 18² മൈനസ് d/2 എന്ന് പറയുന്നത് 9√2 ഹോൾ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈസ് ഈക്വൽ ടു √ ഓഫ് 18² 18ന്റെ സ്ക്വയർ 324 മൈനസ്
9√2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9√2 സ്ക്വയർ മീൻസ് 9 സ്ക്വയർ 9 into 9 81 9 into 9 81 റൂട്ട് 2ന്റെ സ്ക്വയർ 2 2 into 81 162 324 നിന്ന് 162 കുറച്ചാൽ 162 റൂട്ട് 162. അതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. ഇവിടെ ഉണ്ടല്ലോ 162 എന്ന് പറഞ്ഞാൽ 81 into 2 ആണ് 162. 162 മീൻസ് 81 into 2. 81 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ ആണ്. സോ 9√2 എന്ന് എഴുതാം. നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലാതെ, അതായത് 81 162 എന്ന് വെച്ചാൽ 162 ഫാക്ടറൈസ് ചെയ്താൽ 2 81 9 9 2 9 ഉണ്ട് പുറത്തു പോകും. ഇതാണ് നമുക്കറിയാവുന്ന കാര്യം. സോ 9√2 സെന്റിമീറ്റർ ഇസ് ദി height of the square pyramid. Therefore, volume is equal to വ്യാപ്തം is equal to equation 1/3 base square height 1/3 a square h is equal to 1/3 into a എത്രയാണ് 18 ആണ് 18 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 9√2 എന്ന് വരും. നമുക്ക് 1/3 ഇൻറ്റു 18ന്റെ സ്ക്വയർ എത്രയാണ് 324 ഇൻറ്റു 9√2. ഇവിടെ നമുക്ക് 3യും 9ഉം ഒന്ന് കട്ട് ചെയ്തൊക്കെ എഴുതാം 3 ടൈംസ്. എന്നിട്ട് 3 ഇൻറ്റു 324 കണ്ടുപിടിച്ചതിനെ √2ന്റെ വാല്യൂ 1.414 കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 1371.61 ക്യൂബിക് സെന്റിമീറ്റർ ഈസ് ദി വോളിയം ഓഫ് ദി സ്ക്വയർ പിരമിഡ്. 1371.61 ഘന സെന്റിമീറ്റർ ഈ സമചതുര സ്തൂപിയുടെ വ്യാപ്തം എന്ന് ഉത്തരം കിട്ടും. ചെയ്തോളുക. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ചോദ്യമാണ്, എങ്കിലും നമ്മൾ അല്പം അധ്വാനിക്കണം. കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധാപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുൾ മാർക്ക് മേടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വളഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പോവാം. ചോദ്യം വായിച്ച് നോക്കുക. The slant height of a square pyramid is 25 centimeter and its surface area is 896 square centimeter. What is its volume? ഒരു സമചതുര സ്തൂപികയുടെ എന്താ തന്നിരിക്കുന്നത്? സ്ലാൻഡ് ഹൈറ്റ് ചരിവ് ഉയരം 25 സെന്റിമീറ്ററും അതിന്റെ സർഫസ് ഏരിയ, അതായത് ടോട്ടൽ സർഫസ് ഏരിയ ആകെ ഉപരിതല പരപ്പളവ് 896 ചതുരശ്ര സെന്റിമീറ്ററും ആണെങ്കിൽ അതിന്റെ വോളിയം കാണുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾക്ക് ഇതൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ടി വരും. എന്താണ് ചോദ്യം? ആ സ്ലാൻഡ് ഹൈറ്റ് തന്നിരിക്കുന്നു, എല്ല് തന്നിരിക്കുന്നു, പാർശ്വനത്തിൽ അഥവാ ചരിവ് ഉയരം തന്നിരിക്കുന്നു. എത്ര? 25 സെന്റിമീറ്റർ. നേരത്തെ ഒരിക്കൽ പറഞ്ഞത് വീണ്ടും ഓർപ്പിക്കുന്നു. ഹൈറ്റ് എന്ന് കാണുമ്പോൾ എച്ച് എന്ന് എഴുതി വെക്കരുത്. സ്ലാൻഡ് ഹൈറ്റ് ആണ് 25 സെന്റിമീറ്റർ. ശരി. ഇനി again the surface area, ഉപരിതല പരപ്പളവ് തന്നിരിക്കുന്നു. TSA തന്നിരിക്കുന്നു. TSA is equal to 896 സ്ക്വയർ സെന്റിമീറ്റർ തന്നിരിക്കുന്നു. TSAയും 25 എന്ന എല്ലും ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് വോളിയം കാണാൻ. വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? 1/3 a square h ആണ്. അപ്പൊ ഏതൊക്കെ അക്ഷരങ്ങളാണ് വേണ്ടത്? എയും എച്ചുമാണ് വേണ്ടത്. വോളിയം കാണാൻ 1/3 a square h എയും എച്ചുമാണ് വേണ്ടത്. ഇവിടെ എന്തുണ്ട്? എല്ലാണുള്ളത്. എല്ലുണ്ട്, വേറെ ഒന്നും അറിയില്ല. നമുക്ക് TSA ഉണ്ട്. അപ്പൊ TSAയിൽ നിന്ന് TSA കാണാനുള്ള ഫോർമുല ഇപ്പൊ നമുക്ക് എഴുതി നോക്കാം. എന്താണ്? a square plus 2al is equal to 896. TSA ഉപരിതല പരപ്പളവ് കാണാനുള്ള ഫോർമുലയാണ്, ഇക്വേഷനാണ് a square plus 2al. അത് 896 ആണ്. എക്ക് പകരം ഒന്നുമില്ല, എല്ലിന് പകരം നമുക്ക് 25 കൊടുക്കാം. അപ്പോൾ a square plus 2a എല്ലിന് പകരം 25 is equal to 896. a square plus 2 into 25 50a is equal to 896. a square plus 50a minus 896 is equal to 0 എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു അധ്യായത്തിലേക്ക് കടന്നു. ഏതാണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. കണ്ടോ? രണ്ടാം കൃതി സമവാക്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് സോൾവ് ചെയ്ത് എ കണ്ടുപിടിക്കണം ആദ്യം. അപ്പൊ എല്ലുണ്ട്, ഇത് സോൾവ് ചെയ്ത് എ കാണാം. സൊല്യൂഷൻ ഓർമ്മയുണ്ടല്ലോ, രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ -896 അപ്പുറം ഇരുത്തിക്കൊണ്ട് 50ന്റെ എയുടെ കോഎഫിഷ്യന്റ് 50യുടെ ഹാഫ് 25, അതിന്റെ സ്ക്വയർ 625. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആഡ് ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തേഡ് അറിയാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എക്സ് കാണാനുള്ള ഫോർമുല a is equal to -b plus or minus root of b square minus 4ac all divided by 2a എന്ന ഫോർമുല ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചും ചെയ്യാം. അപ്പൊ നമുക്ക് അതൊന്ന് ഉപയോഗിച്ച് നോക്കാം. -b എന്ന് പറയുമ്പോൾ ഇവിടെ b എത്ര? 50 ആണ്. -b എന്ന് പറഞ്ഞാൽ -50 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac. 50 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a 1 ആണ്. കണ്ടോ? a 1 ആണ്.
സി -896 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു എയുടെ വാല്യൂ 1. നമുക്കിവിടെ അതിനു മുമ്പ് A1 എന്നും B50 എന്നും C896 നെഗറ്റീവ് എന്നുള്ളതും സൂചിപ്പിക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇത് എഴുതാനായിട്ട്. സോ -b ± √b² - 4ac ഓൾ ഡിവൈഡ് ബൈ 2a എന്ന് എഴുതി. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാലോ. -50 ± √50ന്റെ സ്ക്വയർ എത്രയാ? യെസ്, 2500. ഇനി 2 - വന്നിരിക്കുന്നതുകൊണ്ട് എന്താവും? പ്ലസ് 4 × 896 3584 എന്ന് വരും. ഓൾ ഡിവൈഡ് ബൈ 2 × എയുടെ വാല്യൂ 1. ഇത് വീണ്ടും വിശദീകരിക്കേണ്ടല്ലോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് ഒന്ന് പോയി നോക്കണം കേട്ടോ. അതിലെ ക്ലാസ്സുകളെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. -50 ± ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6084 എന്ന് കിട്ടി. 6084 എന്ന് കിട്ടി. ഓൾ ഡിവൈഡ് ബൈ 2 എന്ന് തോന്നും. വിച്ച് ഈസ് ഈക്വൽ ടു -50 ± 6084ന്റെ സ്ക്വയർ റൂട്ട് 78 ആണ് ബൈ 2. -50 ഇതിന്റെ സ്ക്വയർ റൂട്ട് 78/2 വിച്ച് ഈസ് ഈക്വൽ ടു -50 + 78/2 -50 - 78/2. -50 - 78 എന്ന് പറയുമ്പോൾ വീണ്ടും നെഗറ്റീവിലേക്ക് പോകും അല്ലെ. -50 -78 എന്ന് പറഞ്ഞാൽ നെഗറ്റീവിലേക്ക് പോകും. അപ്പൊ അത് എടുക്കണ്ട. പോസിറ്റീവ് വാല്യൂ കിട്ടത്തക്ക വിധത്തിൽ -50 + 78/2 മാത്രം എടുത്താൽ മതി. മൈനസ് ആണെങ്കിൽ വീണ്ടും -128 എന്ന് വരും. -128/2 -64. -64 എന്ന് പറയുന്നത് എ ആകില്ല, പാദവക്കാകില്ല, ബേസ് എഡ്ജ് ആകില്ല. അതുകൊണ്ട് അത് വേണ്ട. ഇത് മാത്രം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 28/2 ഓർ 14 സെന്റിമീറ്റർ ഈസ് ദി എന്താണ്? എ. നമ്മൾ എ ആണ് കണ്ടുപിടിച്ചത്. ബേസ് എഡ്ജ് പാദവക്ക എ കിട്ടി. കണ്ടോ? ഇതെല്ലാം നിങ്ങൾ വിശദമായിട്ട് നോക്കി മനസ്സിലാക്കി ചെയ്യണം. എ കിട്ടി 14 എന്ന് കിട്ടി. എ 14 സെന്റിമീറ്റർ. കൂടുതൽ മാർക്കിന്റെ ചോദ്യമല്ലേ, അതുകൊണ്ട് നമ്മൾ അല്പം അധ്വാനിക്കണേ. ഇനി എ ഉണ്ട്, എൽ ഉണ്ട്. ഇനി എച്ച് കാണണമെന്നാ പറഞ്ഞു. എച്ച് വോളിയം കാണണ്ടേ? 1/3a² ആണ്. എ കിട്ടി, എച്ച് വേണം. എച്ച് കാണാനായിട്ട് ഏതാ സെറ്റ്? ഏതാ? LHA/2 അല്ലെ. LHA/2 ഇത് ഉപയോഗിക്കാം. H is equal to √L² - a/2 whole square which is equal to L 25 ആണ്. 25² - a 14 ആയതുകൊണ്ട് a/2 7. ഓക്കെ. 7² is equal to 25ന്റെ സ്ക്വയർ എത്രയാണ്? 625 - 7² 49 ചെയ്താൽ √576 എന്ന് വരും. 576 ഇതിൽ നിന്ന് കുറച്ചാൽ അതിന്റെ സ്ക്വയർ റൂട്ട് 24 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് 24 എന്ന് കിട്ടി. ഹൈറ്റ് കിട്ടി. എല്ലുണ്ട്, എ ഉണ്ട്, എച്ച് വൈ. Therefore വോളിയം കാണാമല്ലോ നമുക്ക്. വോളിയം ഈസ് ഈക്വൽ ടു ഫോർമുല 1/3a². 1/3 ഇൻറ്റു എ എത്ര? 14. 14² ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 24 എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു ഇത് 8. 14 ഇൻറ്റു 14 ഇൻറ്റു 8 ചെയ്ത് കണ്ടുപിടിക്കുക. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1568 ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ ഇസ് ദി വോളിയം ഓഫ് ദിസ് പിരമിഡ് എന്ന് കിട്ടും. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രിയ കുട്ടികളെ, ഓരോ ക്ലാസ്സും വിശദമായിട്ട് കണ്ടിട്ട് അതിന്റെ നോട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. എഴുതുമ്പോൾ മാത്രമേ നമുക്ക് പഠനം നടക്കുകയുള്ളൂ. അല്ലാതെ ക്ലാസ് കാണുന്നതിൽ കൂടെ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റിയില്ല കേട്ടോ. എഴുതി വരുമ്പോഴാണ് നമുക്ക് എവിടെയാണ് സംശയം എന്ന് പിടികിട്ടുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. All edges of a square pyramid are of the same length and its height is 12 cm. What is its volume? All edges of a square pyramid are of the same length. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാം ഏതൊക്കെ? ഇയും എയും ഈക്വൽ ആണ്. എത്രയാണെന്നറിയില്ല. ഇയും എയും ഈക്വൽ ആണ്. എത്രയാണെന്നറിയില്ല. And given that height of the square pyramid is 12 cm. ഒരു സമചതുര സ്തൂപികയുടെ എല്ലാ വക്കുകളും തുല്യമാണ് എന്ന് പറഞ്ഞാൽ പാർശ്വവക്കും പാദവക്കും തുല്യമാണ്. കൂടാതെ ഉയരം 12 എന്ന് തന്നിരിക്കുന്നു. ഫൈൻഡ് ഇറ്റ്സ് വോളിയം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എയും ഇയും എച്ചും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. അങ്ങനെ ഒരു റിലേഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? EHD/2 ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. EHD/2 നമുക്കറിയാവുന്ന കാര്യം, ഒരുപാട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില ചോദ്യം ഇങ്ങനെ വരും. ആദ്യം ഫൈൻഡ് ദ സ്ലാന്റ് ഹൈറ്റ് എന്ന് ആദ്യം പറയും. സ്ലാന്റ് ഹൈറ്റ് ആദ്യം കാണാൻ പറയുകയാണ്.
അപ്പൊ നമുക്ക് എല്ല് കാണാം. എങ്ങനെ? LHA/2 എന്നുള്ള ഉപയോഗിച്ചുകൊണ്ട് എല്ലും എച്ചും എയും ഉപയോഗിച്ചുകൊണ്ട് എല്ല് ആദ്യം കാണാം. എന്നിട്ട് ചോദിക്കുകയാണ് ഫൈൻഡ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. ദെൻ ഫൈൻഡ് ദ ഹൈറ്റ്, ഫൈൻഡ് ദ ബേസ് എഡ്ജ് അല്ലെങ്കിൽ ഹൈറ്റ്. വേറെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് അങ്ങോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് എ കാണാനുള്ള മെത്തേഡാണ് നോക്കുന്നത്. അപ്പോ ഏതൊക്കെയാണ് സെറ്റ് എന്ന് പറഞ്ഞ് EHD/2 ആ പറഞ്ഞു. EHD/2 ഓർക്കണം. ഓൾ എഡ്ജസ് ഈക്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് EHD/2 ആണ് ഏറ്റവും സൗകര്യം. EHD/2 എന്ന് പറഞ്ഞാൽ H is equal to root of E square minus D/2 whole square. H is equal to root of E square minus D/2 whole square. ഇനി D എന്താണ്? √2a ആണ്. D എന്ന് പറയുന്നത് √2a ആണ്. D/2 എന്ന് പറഞ്ഞാൽ √2a/2 ആണ്. എങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതും? H is equal to root of E square. E എന്ന് പറയുന്ന A തന്നെ. ശ്രദ്ധിക്കണേ, E എന്ന് പറയുന്നതിന് A തന്നെ എഴുതാം. A square മൈനസ് D/2ന് √2a/2 എന്ന് എഴുതാം. √2a/2 എന്ന് എഴുതാം ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി Hന്റെ വാല്യൂ കൊടുക്കാം. H 12 ആണ്. 12 is equal to root of a square minus √2a whole square by 2ന്റെയും സ്ക്വയർ. √2 സ്ക്വയർ 2 ആണ്. എയുടെ സ്ക്വയർ a സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4. ശ്രദ്ധിക്കണേ, √2 സ്ക്വയർ 2 ആണ്. a സ്ക്വയർ എഴുതി, 2 സ്ക്വയർ 4 എന്ന് എഴുതി. നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 12 is equal to root of, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, 4 into a square 4a square minus 1 into 2a square 2a square by 1 into 4 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊക്കെ അറിയാവുന്ന കാര്യം കേട്ടോ. അല്ലെങ്കിൽ LCM കണ്ട് ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്താലും മതി. സോ 12 is equal to root of എത്ര? 4a square minus 2a square 2a square by 4 എന്ന് വന്നു. കണ്ടോ? 12 ഇത് കിട്ടി. Therefore ഒന്നുകൂടി എഴുതിയാണ്. 12 is equal to √2 a square റൂട്ടിന് പുറത്ത് എഴുതി, 4ഉം റൂട്ടിന് പുറത്ത് എഴുതി 2. ഇപ്പൊ √2 മാത്രമേ റൂട്ടിനകത്തായിട്ടുള്ളൂ. Therefore a ആണ് നമുക്ക് കാണേണ്ടത് ബേസ് എഡ്ജ് a ആണ്. a ഇവിടെ നിർത്തുക. 12നടുത്തേക്ക് √2/2 വരുമ്പോൾ തിരിച്ചു വരണം. എന്താ? 2/√2 എന്നാകും. കണ്ടോ? എയുടെ അടുത്തുനിന്ന് √2/2 ഇപ്പുറം വരുമ്പോൾ 2/√2 എന്നാകും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മറിച്ചെഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം. √2/2 a is equal to 12. a is equal to 12 into 2/√2. 12 into 2/√2 is equal to 24/√2. അതാണ് എയുടെ വാല്യൂ. എയുടെ വാല്യൂ. ഇനി ഇതിനെ നമുക്ക് സാധാരണ ഡിനോമിനേറ്റർ റൂട്ടായിട്ട് തേർഡ് ആയിട്ട് എഴുതാറില്ല. റാഷണലൈസ് ചെയ്യും ഡിനോമിനേറ്ററിനെ. എങ്ങനെയാണ്? ഇൻറ്റു √2 ചെയ്യും. അപ്പൊ 24√2 by √2 into √2 2 എന്നാവും. 24 into √2 24√2 √2 into √2 2 എന്നായി. ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്രയായി? 12 √2 is the a ബേസ് എഡ്ജ്. പാദവക്ക് 12 √2. അപ്പൊ എന്തൊക്കെ കിട്ടി? ബേസ് എഡ്ജ് പാദവക്ക് 12 √2 എന്ന് കിട്ടി. ഹൈറ്റ് 12 എന്ന് കിട്ടി. അപ്പോ ബേസ് എഡ്ജും ഹൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വോളിയം കാണാമല്ലോ. വോളിയമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വോളിയം ഈസ് ഈക്വൽ ടു 1/3 ബേസ് എഡ്ജ് സ്ക്വയർ ഹൈറ്റ് 1/3 a സ്ക്വയർ h. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു ബേസ് എഡ്ജ് 12 √2 ആണ്. സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 12. 1/3 ഇൻറ്റു 12ന്റെ സ്ക്വയർ 144. √2ന്റെ സ്ക്വയർ 2 ഇൻറ്റു 12. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് കിട്ടി 144 ഇൻറ്റു 2 ഇൻറ്റു 4 144 ഇൻറ്റു 8 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 1152 ക്യൂബിക് സെന്റിമീറ്റർ ഈസ് ദി വോളിയം ഓഫ് ദിസ് സ്ക്വയർ പിരമിഡ്. മനസ്സിലായല്ലോ? പ്രിയ കുട്ടികളെ, ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകളെല്ലാം കാണുക. എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുകയും നോട്ട് എഴുതുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഉയർന്ന മാർക്ക് മാത്സിന് നേടാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ചോദ്യം: വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് പെരിമീറ്റർ 64 സെന്റിമീറ്റർ ആൻഡ് വോളിയം 1280 ക്യൂബിക് സെന്റിമീറ്റർ? ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് 64 സെന്റിമീറ്ററും വ്യാപ്തം 1280 ഘന സെന്റിമീറ്ററുമായാൽ അതിന്റെ സർഫസ് ഏരിയ ആകെ ഉപരിതല പരപ്പളവ് കാണുക. ഇതാണ് നമ്മുടെ ചോദ്യം. ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന ഫോർമുല a² + 2al. വേണ്ടത് എയും എല്ലും. എന്തെല്ലാം തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. തന്നിരിക്കുന്നത് എന്താണ്? ബേസ് പെരിമീറ്റർ. ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് എ സ്ക്വയർ.
സ്ക്വയറിന്റെ പെരിമീറ്റർ, ബേസ് പെരിമീറ്റർ, സ്ക്വയറിന്റെ പെരിമീറ്റർ 4a 64 സെന്റിമീറ്റർ ആണ്. Therefore, a is equal to 64 by 4, which is equal to 16 centimeter. So, ബേസ് എഡ്ജ് പാദവക്കിന്റെ നീളം 16 സെന്റിമീറ്റർ എന്ന് കിട്ടി. അടുത്തതായിട്ട് വോളിയം 1280 ഘന സെന്റിമീറ്റർ തന്നിരിക്കുന്നു. വ്യാപ്തം വോളിയം ഇസ് ഈക്വൽ ടു 1280. വോളിയം എന്ന് വെച്ചാൽ 1/3 a square h is equal to 1280. 1/3 a square h. 1/3 into a 16 ആണ്. 16 into 16 into h അറിയില്ല is equal to 1280. മനസ്സിലായല്ലോ. ഇനി h കാണാൻ h ഇവിടെ നിർത്തുക. 1280 by 3 ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. into 3 16 ഇൻറ്റു ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ബൈ 16 ഇൻറ്റു 16 എന്നായി. 16 ഇൻറ്റു 16 286. 1280നെ 286 കൊണ്ട് ഹരിച്ചാൽ 5 പ്രാവശ്യം ഇത് പൂർണ്ണമായിട്ട് മടങ്ങും. ചെയ്ത് നോക്കാട്ടോ, സംശയം ഉണ്ടെങ്കിൽ. 5 പ്രാവശ്യം 5 into 3 15 സെന്റിമീറ്റർ is the height of this square pyramid. h കിട്ടി. സോ a 16 h 15. നമ്മുടെ ചോദ്യം ഫൈൻഡ് ദ സർഫസ് ഏരിയ. പരപ്പളവ് കാണണം. a സ്ക്വയർ പ്ലസ് 2al. a വേണം, l വേണം, a ഉണ്ട്, h ഉണ്ട്, l കാണണം. LHA/2 നമ്മുടെ സെറ്റ് LHA/2. ഇതില് എച്ചും കൂടെ തന്നിട്ടുണ്ട്, എയും കൂടെ തന്നിട്ടുണ്ട്. l കാണണം. l is equal to root of h സ്ക്വയർ ആദ്യത്തെ അക്ഷരമായതുകൊണ്ട് പ്ലസ് ചെയ്യുക a/2 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് h 15 ആണ്. 15 സ്ക്വയർ പ്ലസ് a/2. a 16 ആണ്. 16/2 8. 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 15ന്റെ സ്ക്വയർ 225 പ്ലസ് 8 സ്ക്വയർ 64 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225ഉം 64ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 289 എന്ന് കിട്ടി. അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. l കണ്ടാൽ 17 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ l കിട്ടി. l ഉണ്ട്, a ഉണ്ട്. ഇനി നമുക്ക് എന്ത് കാണണം? TSA ആകെ ഉപരിതല പരപ്പളവ് കണ്ടാൽ മതി കേട്ടോ. TSA കാണാനായിട്ടുള്ള വാക്യം a സ്ക്വയർ പ്ലസ് 2al ആണ് ഈസ് ഈക്വൽ ടു a എത്രയാണ്? 16 സ്ക്വയർ പ്ലസ് 2al എന്ന് പറഞ്ഞാൽ 2 into a into l. a സ്ക്വയർ പ്ലസ് 2al ഇസ് ഈക്വൽ ടു 16ന്റെ സ്ക്വയർ 16 സ്ക്വയർ 256 പ്ലസ് പിന്നെ 2 into 16 into 17 ചെയ്താൽ 544 കിട്ടും. ദാറ്റ് ഈസ് രണ്ടും കൂടെ കൂട്ടിയാൽ 800 ചതുരശ്ര സെന്റിമീറ്റർ. 800 സ്ക്വയർ സെന്റിമീറ്റർ ഇസ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ക്വയർ പിരമിഡ്. സോ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേഗം ചെയ്തു പോകുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇതുവരെ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.